ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടാബ്ലറ്റാണ്. ഏസറിൻ്റെ ഒരു ടാബ്ലറ്റ്, ഏറ്റവും പുതിയതാണ്, ഇപ്പം കസ്റ്റമർ മേടിച്ചത് തന്നെയാണ്. പക്ഷേ ഇത് സംഭവിച്ചത് ഫിസിക്കൽ ഡാമേജ് വന്നിട്ട് ഇത് വാറണ്ടി സപ്പോർട്ട് ചെയ്തില്ല. അതായത് ഇതിൻ്റെ ചാർജിങ് പോർട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കണക്ട് ചെയ്ത സമയത്ത് ഒടിഞ്ഞു പോകുക എന്തോ ചെയ്തതാണ്. അപ്പോൾ ഫിസിക്കൽ ഡാമേജ് ആയതുകൊണ്ട് വാറണ്ടി കവർ ചെയ്തില്ല. അങ്ങനെയാണ് നമുക്ക് ഇവിടെ സർവീസിന് കിട്ടുന്നത്. പൊളിക്കുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ഓർത്തതല്ല, പൊളിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് ഉപകാരപ്പെടുമെന്ന് മനസ്സിലായത്. അങ്ങനെ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അടയ്ക്കുന്നതും നമ്മുടെ ഈ പോർട്ട് മാറുന്നതും അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. കറക്റ്റായിട്ടുള്ള പോർട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചാർജിങ് പോർട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അതേപോലത്തെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാം, ഇളക്കിയെടുത്തു, മാറ്റി വയ്ക്കാം. പിന്നെ ഫസ്റ്റ് ചെയ്യാനുള്ളത്, പുതിയതാണെങ്കിൽ നമ്മളിതിൽ ലെഡ് പിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. കുറച്ച് ഫ്ലക്സ് എടുത്തതിന് ശേഷം കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ പോർട്ടിൻ്റെ ഗോൾഡൻ കളറിലിരിക്കുന്ന ആ കോണ്ടാക്റ്റുകൾ കോണ്ടാക്റ്റുകളിൽ നമുക്ക് കുറച്ച് ലെഡ്, ഓവറായിട്ട് കൊടുക്കരുത്, ആവശ്യത്തിന് കൊടുക്കാം. കുറച്ച് ലെഡ് നമുക്കിതിൽ അപ്ലൈ ചെയ്യണം. ശകലം ഫ്ലക്സ് എടുത്തു. നമ്മൾ കൃത്യമായിട്ട് ആ പോർട്ടിനകത്ത് ലെഡ് അപ്ലൈ ചെയ്തു. അടുത്ത എന്ന് പറയുന്നത്, ഇത് മാറ്റി വയ്ക്കാം. ബോർഡിന് യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ, ബോർഡിന് യാതൊരു കേടും ഉണ്ടാകാതെ നമുക്ക് ഈ പോർട്ടിനടുത്ത് ഇളക്കിയെടുക്കണം. അതാണ് അടുത്ത ഡ്യൂട്ടി. അപ്പോൾ അതിനായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ട്യൂസർ എടുക്കുക. നല്ല പോയിൻ്റ് ആയിട്ടുള്ള ട്യൂസർ എടുത്ത്, ഇവിടെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ജസ്റ്റ് മാറ്റി ഇങ്ങോട്ട് ഹീറ്റ് റെസിസ്റ്റൻസ് ടൈപ്പാണ് ആ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഫ്ലക്സ് ഇവിടെ അപ്ലൈ ചെയ്ത്, എല്ലാവരും ഇങ്ങനെ ഇത് ഫോളോ ചെയ്യണമെന്നല്ല, സേഫ്റ്റി മെത്തേഡുകൾ പാലിക്കുക. ഞാൻ ഇളക്കുന്ന രീതി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് എല്ലാം ശരിയാണെന്ന് വാദിക്കുന്നൊന്നുമില്ല, എൻ്റെതായ രീതിയാണ് ഇതിലൂടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. കുറച്ച് കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. ടെമ്പറേച്ചർ കൂട്ടി വെച്ചു. അതിനുശേഷം കുറച്ച് വശത്ത് ഇവിടെ വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഇവിടെ ഓൾറെഡി ഇത് SMD കമ്പോണൻറ്റുകളുണ്ട്. വളരെ സൂക്ഷിച്ചാണ് ആവശ്യം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഈ സോൾഡർ ചെയ്തിരിക്കുന്ന എല്ലാ കോണ്ടാക്റ്റുകളും നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് അതിനെ പൊന്തിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് അയൺ ഫുൾ ഹീറ്റിൽ വയ്ക്കുക. അങ്ങനെ വളരെ സൂക്ഷിച്ച് നമ്മൾ പൗസയിടാം. നമ്മൾ പതിയെ ഇളക്കി എടുക്കുകയാണ്. വളരെ സൂക്ഷിക്കുക, സ്പീഡ് കാണിക്കരുത്. അവിടുന്ന് ട്രാക്ക് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പീഡിലല്ല കാര്യം. ഈ മെത്തേഡ് ഞാൻ കാണിക്കുന്നത് എല്ലാവരുടെ കയ്യിലും ബ്ലോവറോ അല്ലെങ്കിൽ ഹോട്ട് എയർ ബ്ലോവറോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. ഒരു സോൾഡറിങ് അയൺ വെച്ച് തന്നെ നമുക്ക് ഈ ചാർജിങ് പോർട്ട് മാറ്റി വയ്ക്കാൻ കഴിയും എന്നും കൂടെയാണ് ഇതിലൂടെ കാണിക്കുന്നത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നിയാലും ഇത് എക്സ്പീരിയൻസ് ആണ് ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ട്രാക്കൊക്കെ നോക്കുക. മൊത്തം 5
ട്രാക്കുകളാണ് അവിടെ വരുന്നത്. കൃത്യമായിട്ട് സൂട്ടബിളാണ് അവിടെ, വേറെ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അനക്കിയൊക്കെ നോക്കാം. ഇനി ഇതിൻ്റെ പിടുത്തമാണ്, ക്ലാമ്പിംഗ് ആണ് ഈ രണ്ട് സൈഡിലും വരുന്നത്. അതിന് സോൾഡർ ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ഫിസിക്കലി നന്നായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുക. ഞാനൊന്ന് നോക്കട്ടെ അത് കറക്റ്റ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് കണ്ടീഷനാണ്, വേറെ വളവോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ചെയ്യേണ്ടത്, നമ്മൾ എന്ത് സോൾഡർ ചെയ്താലും അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ക്ലീനിങ് ആണ്. കൃത്യമായിട്ട് ക്ലീനിങ് സൊല്യൂഷൻ ഇട്ട് ക്ലീൻ ചെയ്യുക അവിടുത്തെ ഫ്ലാക്സിൻ്റെ. ഇനി കാണാൻ പോകുന്നത് തിരിച്ചുള്ള ഫിറ്റിംഗ് ആണ്. നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. സ്റ്റാർട്ട്. നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. മദർ ബോർഡ് കറക്റ്റ്. ഇവിടെ ബാറ്ററിയുടെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഷോർട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബാറ്ററിയുടെ ഒരു ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ ഞാൻ ടാപ്പ് ചെയ്ത് മാസ്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. വളരെ കെയർഫുള്ളായിരിക്കണം. ഇതൊക്കെ ഇളക്കിയെടുത്തപ്പം ഷൂട്ട് ചെയ്തില്ല. ഇനി തിരിച്ചു വയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇളക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിൻ്റെ സ്ട്രിപ്പാണ് വരുന്നത്. അതുപോലെ സൂക്ഷ്മതയോടുകൂടി കണക്ട് ചെയ്യുക. മെയിൻ സോൾഡർ ചെയ്തു. കണക്ഷനാണ് ഇത്, മെയിൻ കണക്ഷൻ, ഇത് ഗ്രൗണ്ട്. അതായത് എല്ലാം കണക്ട് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ചാർജ് പൂർണ്ണമായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചൂണ്ടൊന്ന് നോക്കാം, പവർ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ചാർജിങ് കൊടുത്തു. ബാറ്ററിയിലാണ് ഡ്രെയിൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. 2.9 ഉള്ളൂ. ബാറ്ററി ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വളരെ വോൾട്ടേജ് 3 പോയിൻറ്റ് സംതിങ് ആണെങ്കിൽ മാത്രമേ ഓൺ ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ബൂസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഗ്രൗണ്ട് ഇവിടെ കൊടുത്തുകൊണ്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ഓക്കെ, ഗ്രൗണ്ട് അതിൻ്റെ ബോഡിയിൽ കൊടുത്തിട്ട് ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്ററി കുറച്ച് ചാർജ് ബൂസ്റ്റായിട്ട് നമുക്ക് പവർ ഓൺ ചെയ്യാം. നമ്മളൊരു 10-20 സെക്കൻഡ് ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് വോൾട്ടേജ് എത്ര മാറ്റമുണ്ടെന്ന് നോക്കുകയാണ്. 3.2 ആയിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ചാർജറിൽ കണക്ട് ചെയ്ത് ചാർജ്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാതരം ട്രബിൾ ഷൂട്ടിങ്ങും പഠിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മളെല്ലാം ഇട്ടിട്ട് ഓൺ ചെയ്തപ്പോൾ ഓണായിട്ടില്ല. ആ സമയത്ത് നമ്മൾ പേടിച്ചു പോകാതെ അതിൻ്റെ അടുത്ത ഘട്ടം നോക്കി ബാറ്ററി ഡൗൺ ആണെന്ന് മനസ്സിലാക്കി അവസാനം ബൂസ്റ്റ് ചെയ്യിപ്പിച്ചു. ശകലം വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചാർജറിൽ കണക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ചാർജറിൽ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പവർ ഓൺ ചെയ്യുകയാണ്.
ഓണായി വരുന്നതേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. പാസ്വേഡ് കാണിച്ച് നിൽക്കുന്നുണ്ട്. പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് കൊടുത്തു. സ്റ്റാർട്ടായി വരികയാണ്. ഐസർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പവർ ഓണായി വന്നിട്ടുണ്ട്. അതൊന്ന് ലോക്ക്. ഓക്കെ, വീണ്ടും പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് കൊടുത്തപ്പോഴേക്ക് പവർ ഓണായി വന്നിട്ടുണ്ട്. ബാറ്ററിയുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം. 10% ബാറ്ററി. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഡിസ്കണക്ട് ചെയ്ത് ഇത് ബാക്കി അടയ്ക്കാം. അപ്പോൾ അടയ്ക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഈ ബാക്കിയെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പുറകിലത്തെ അടപ്പ് ജസ്റ്റ് എടുത്തിട്ട് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടച്ചു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ USB പോർട്ട് മാറുന്നത് എല്ലാവരും കണ്ടു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു.